അവിയൽ വെക്കാൻ വേണ്ടി പാകമായിട്ടുള്ളൊരു ചക്ക കണ്ടപ്പോൾ എത്താവുന്ന ദൂരത്തായതുകൊണ്ട് അത് അടുത്തിട്ടു. 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് 3 എണ്ണം ആൻറ്റിക്കും കൊടുത്തു, 1 കഷ്ണം ഞങ്ങളും എടുത്തു. ഇത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത് ഇച്ചിരി പണിയായതുകൊണ്ട് അത് മമ്മി തന്നെ ചെയ്തു തന്നു. ചക്കയുടെ കറ അഥവാ അരക്ക് ഇത് കയ്യിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലും നമ്മുടെ കത്തിയിലും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ചക്കച്ചോളം ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചക്കക്കുരു കളഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നാടൻ രീതിക്കാണ് കേട്ടോ ചക്ക അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ജീരകം, പിന്നെ കുറച്ച് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കണം. ഈ മിക്സിയിൽ അരയ്ക്കുന്നതും നമ്മൾ ചതച്ചെടുക്കുന്നതും രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. ഇനി കുറച്ച് തേങ്ങ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില ചതച്ച് വെച്ചേക്കുന്നതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ചക്കയിലേക്ക് ഇതിടുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നാടൻ രീതിക്ക് വെക്കുന്നത് കൊണ്ട് ഗ്യാസിൽ വെക്കാണ്ട് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. കുറച്ച് നേരം അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുക. ഒരു പകുതി വേവൊക്കെ ആവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പാകം വരെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല സോഫ്റ്റായിട്ടിരിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.